ഒരു കളക്ടറായിരുന്നു അന്നത്തെ ഓഫീസറായിട്ട് അതിൻ്റെ ചുമതലയായിട്ട് ഇരുന്നത്. ആ കളക്ടറുടെ നിർദ്ദേശമൊന്നും പാലിക്കാതെ ഇവർ കടന്നു കയറുകയാണ് ചെയ്തത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ദൈവങ്ങളെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത്. ആ സൂതൻ ഉൾപ്പെടെയുള്ളവർ ലംഘനം നടത്തിയിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നത്. അല്ലാഹ് എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളത് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിയമലംഘനമായിട്ട് കാണുന്നില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ 20 കൗൺസിലർമാരുടെ സ്ഥാനം അസാധുവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ വലിയ വീഴ്ച, ഭരണഘടനാ വിരുദ്ധമായാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് SP ദീപക് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈയൊരു ഹർജിയിൽ നിർണായകമായ തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവ്, നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. ദൈവങ്ങളുടെ പേരിലെ സത്യപ്രതിജ്ഞ അസാധുവാണ് എന്ന് കോടതി നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹർജിക്കാരൻ തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. താങ്കൾ കൊടുത്ത ഹർജിയിലാണ് നിലവിലിപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 20 പേര് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളതാണ്. നിലവിൽ സത്യപ്രതിജ്ഞ റദ്ദാക്കി ചെയ്തിരിക്കുന്ന നിയമവിരുദ്ധമാണെന്നുള്ളത് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഒരുപാട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ തന്നെ ഉത്തരവുകളുണ്ട് ഇത് ഈ രൂപത്തിൽ നടത്താൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത്. പക്ഷേ അന്ന് ഈ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനകത്ത് വലിയ തോതിലുള്ള ഈ RSSകാരുടെ കടന്നുകയറ്റവും നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഗണഗീതം പാടിക്കൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ തുടങ്ങിയത്. അതൊന്നും ഒരു കളക്ടറായിരുന്നു അന്നത്തെ ഓഫീസറായിട്ട് അതിൻ്റെ ചുമതലയായിട്ട് ഇരുന്നത്. ആ കളക്ടറുടെ നിർദ്ദേശമൊന്നും പാലിക്കാതെ ഇവർ കടന്നു കയറുകയാണ് ചെയ്തത്. അത് നടക്കുന്ന ഗണഗീതം പാടുന്ന സന്ദർഭത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഇവർ ഈ പറയുന്ന കണക്ക് ദൈവങ്ങളുടെ പേരിലും ബലിദാനിയുടെ പേരിൽ വരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തി. ആൾദൈവങ്ങളുടെ പേരിൽ, അവർക്ക് ഇഷ്ടമുള്ള ആൾദൈവങ്ങളുടെ പേരിലും ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എത്തി. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോടതി കണ്ടെത്തുകയും അത് ഭരണഘടനാ സംവിധാനം അനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ പേരിലോ നടത്താൻ പാടുള്ളൂ എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൾദൈവങ്ങളുടെയും ഓരോ ദൈവങ്ങളുടെ പേരിലും ഇത് നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അന്ന് ചലഞ്ച് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഒരു കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കേണ്ടവരാണ്. മതനിരപേക്ഷ നിലപാടുമായിട്ട് അവർക്ക് സമൂഹത്തിനകത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ അവരെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം കലർത്താൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ദൈവങ്ങളെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി. എൻ്റെ റീൽസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദൈവങ്ങളെ വെച്ച് അവർ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ്. നമ്മളെല്ലാം വിശ്വാസമുള്ളവർക്ക് അവരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. അത് അവർ അങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് മാറി അവർ ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ പുറത്ത് അവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു വർഗീയമായിട്ട് എല്ലാ തരത്തിലും RSS വൽക്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിനകത്ത് 20 പേരിനകത്ത് സുഗതനെയും ഈ 4 ആഴ്ചക്കുള്ളിൽ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. സുഗതൻ ഉൾപ്പെടെയുള്ളവർ ലംഘനം നടത്തിയിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20 പേർ മാത്രമല്ല, ബാക്കിയുള്ളവരും ചില ആൾക്കാരും ചില കൗൺസിലർമാർ ഇത്തരത്തിൽ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നാണ്. അതെങ്കിൽ അത് പരിശോധിക്കട്ടെ, അതവർ പരിശോധിക്കട്ടെ. ആ പറയുന്നതിനകത്ത് വസ്തുപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് എൻ്റെ ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കോടതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളത് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിയമലംഘനമായിട്ട് കാണുന്നില്ല. വിവരക്കേടാണ്. മേയർ പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്. കുറേ കാലമായിട്ട് ഈ വിവരക്കേട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിലൊരു വിവരക്കേട് കൂടിയാണ് പറയുന്നത് എന്നുള്ളതാണ്.
CPM-ന്റെ ഉദ്ദേശം തെറ്റിപ്പോയി എന്നാണ് നിലവിലിപ്പോൾ മേയർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തിരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് CPM അല്ലെങ്കിൽ താങ്കൾ കോടതിയെ അറിയിച്ചത്. അത് പാളിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കൗൺസിലർ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ കോടതിയിൽ കൊടുത്തത് ഈ പറയുന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള നിയമങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഉത്തരവ് പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് എന്താണ് ഈ ആ നിയമത്തിനകത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ വാലിഡായിട്ടുള്ള ഓത്ത് സെറമണി സത്യപ്രതിജ്ഞ നടത്തിയവർ വാലിഡായിരിക്കണം. അവർക്ക് മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാമെന്നുള്ളത് ഈ ആക്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതൊരു നിയമപ്രശ്നമാണ്. ആദ്യം ഈ പറയുന്ന 20 പേരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കട്ടെ. അവർ നിയമപരമായിട്ട് അവർ കൗൺസിലർമാരാവട്ടെ. മറ്റു കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ബാക്കി ഏതെങ്കിലും തരത്തിൽ മേയർക്ക് ഇനിയും ഞങ്ങൾ ഇടപെടേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടാം, നമ്മൾ ചെയ്യാം. നിലവിലിപ്പോൾ ഡെപ്യൂട്ടി മേയർ അടക്കം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സാഹചര്യം സ്വാഭാവികമല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ സത്യത്തിൽ ഇത് വിട്ടുപോകുക, രാജിവെച്ച് പോകുകയാണ് ചെയ്യേണ്ടത്. ഒരു സംശയമില്ല. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ ഈ വാഹനത്തിൽ, ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. ഒന്നും ചെയ്യാൻ പാടില്ല. ഈ കൗൺസിലർമാർക്കാർ ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് കോടതി വിധി കണ്ടിട്ടില്ല. പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയും കാലം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്, നിയമ ചോദ്യമാണ്. എന്തായാലും SP ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ് നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 20 BJP കൗൺസിലർമാർ ചട്ടം ലംഘിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദീപക് കോടതിയെ സമീപിച്ചത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.